ഇതാണ് കേട്ടോ സിനഗോഗ് അഥവാ ജൂതന്മാരുടെ പള്ളി. ജൂതന്മാർ 1000 വർഷം മുമ്പാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. അവർ പല രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ച കൂട്ടത്തിൽ പല കാരണങ്ങളെ കൊണ്ട് അവരുടെ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ അപ്പോൾ അവർ സഞ്ചരിച്ച് കുറേ പേര് കേരളത്തിലേക്ക് എത്തിപ്പെട്ടു. ഏകദേശം 12ഓളം പള്ളികൾ അവർ കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് അവർ നിർമ്മിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പള്ളി. 12 നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും 6 മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളൂ. അത് കൂടുതലും എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ജൂതപ്പള്ളിയുള്ളത് കൊച്ചിയിലാണ്, മട്ടാഞ്ചേരിയിൽ, മാർക്കറ്റിൻ്റെ അടുത്ത്. ഇവർ മാർക്കറ്റിൻ്റെ അടുത്ത് മാത്രമാണ് എപ്പോഴും താമസിക്കാറും പള്ളി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റിലാണ് ഇവർ ബിസിനസ്സുകൾ പ്രധാനപ്പെട്ട ഈ സ്പൈസസിൻ്റെ ബിസിനസ്സൊക്കെ ആയിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജോലി ചെയ്യാൻ അവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ ബിസിനസ് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സ്പൈസസ്, സുഗന്ധദ്രവ്യങ്ങൾ. ഈ പള്ളി ഇപ്പോൾ പ്രാർത്ഥന നടക്കുന്നില്ല. ഇവിടെ ഒന്നും ആരുമില്ല. അവരൊക്കെ തിരിച്ചുപോയി. അവരൊക്കെ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. മട്ടാഞ്ചേരിയിൽ മാത്രമാണ് ഇപ്പോൾ കുറച്ച് വളരെ ചുരുങ്ങിയ ജൂതന്മാരുള്ളൂ. ഇതാണ് അവരുടെ പ്രധാന പ്രാർത്ഥന ഹാള്. ഇവിടെയാണ് എല്ലാവരും ഒരുമിച്ച് കൂടുക. അവരുടെ പ്രധാനപ്പെട്ട ആ ഒരു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ അവിടെ ഫ്രണ്ടിൽ നിന്നിട്ട് റബായി, അങ്ങനെ തോന്നാനുള്ള പേര് അദ്ദേഹം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം തോറ വായിക്കും. തൗറാത്ത് എന്നുള്ള ഒരു ഗ്രന്ഥം ഉണ്ടല്ലോ, അത് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും, അതിന് ഉത്ബോധനം കൊടുക്കും. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇസ്ലാമുമായിട്ട് ഇതിന് വളരെ സിമിലാരിറ്റികളുണ്ട്, ഒരുപാട് സിമിലാരിറ്റികൾ. ഇവർ ഫോക്കസ് ചെയ്യുന്നത്, ഈ ജൂതന്മാർ പ്രാർത്ഥനാ സമയത്ത് ജെറുസലേമിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. ഇസ്ലാമിലും ഇതുപോലെ തന്നെയായിരുന്നു. ഇസ്ലാമിൽ കഅബ കിബിലാകുന്നതിന് മുമ്പ് മുസ്ലിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, പ്രാർത്ഥനാ സമയത്ത് ഫോക്കസ് ചെയ്യുന്നത് ഇതേ ജെറുസലേമിലേക്കായിരുന്നു, ബൈത്തുൽ മുഖദ്ദസ്. അപ്പോൾ പിന്നീട് മുഹമ്മദ് നബിക്ക് നല്ല ആഗ്രഹം ഉണ്ടായി ഈ കിബില ഡയറക്ഷൻ മക്കയിലേക്ക് മാറണമെന്ന്. അങ്ങനെ അള്ളാഹുവിനോട് ഒരുപാട് പ്രാർത്ഥിച്ച് ദുആ ചെയ്തതിൻ്റെ ശേഷം മുഹമ്മദ് നബിക്ക് ആയത്തിറങ്ങുകയാണ്, പിന്നെ മക്കയിലേക്ക് കിബില മാറ്റിയെന്നും പറഞ്ഞിട്ട്. ആ സമയത്ത് ജൂതന്മാർ അവർക്ക് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് പലരും പറഞ്ഞു, എന്തിനാണ് കിബില മാറ്റിയത്, ബൈത്തുൽ മഖ്ദിസിനെ എന്തിനു മാറ്റി, അതന്നെയായിരുന്നില്ല നല്ല കിബില എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിന് അള്ളാഹു മറുപടി പറഞ്ഞിട്ട്, എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹു എവിടെയുണ്ട് എന്നുള്ളൊരു മറുപടിയൊക്കെ ഖുർആനിലുണ്ട് അതിന്. അപ്പോൾ നമ്മൾ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ അബ്രഹാമിക് റിലീജിയൻ, ഇബ്രാഹിം നബിയുടെ മതങ്ങളാണ് മോണോതീസ്റ്റിക് റിലീജിയൻ, ഏകദൈവ വിശ്വാസം ഫോളോ ചെയ്യുന്ന റിലീജിയനാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇസ്ലാമും. അതിലേറ്റവും കൂടുതൽ സ്ട്രിക്റ്റായിട്ട് പിന്നെ ഇസ്ലാം ഏകദൈവ വിശ്വാസം എന്നുള്ളത് ഫോളോ ചെയ്യുമ്പോൾ ജൂതന്മാർ ഒട്ടും പുറകിലല്ല. അവരും ഏകദൈവം എന്നുള്ള ദൈവത്തിനൊരു പാർട്ട്ണറോ അല്ലെങ്കിൽ കൂട്ടുകാരനോ ഇല്ല എന്നുള്ള ദൈവവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോഴാണ് അത് കുറച്ച് മാറ്റം വരുന്നത്, ഒരു ദൈവത്തിനൊരു മകനുണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ജുദായിസത്തിലേക്ക് വരുമ്പോൾ അവർ ഈ മൂസാ നബി ആയിരുന്നു മോസസ് അവരുടെ നബി. അതിനുശേഷം ഈസാ നബി, ജീസസ് വന്നപ്പോൾ അവർ അംഗീകരിച്ചില്ല. സ്വാഭാവികമായിട്ടും മുഹമ്മദ് നബിനെ അംഗീകരിച്ചില്ല. ക്രിസ്ത്യാനിസത്തിലേക്ക് വരുമ്പോൾ യേശുവിന് ശേഷം, ഈസാ നബിക്ക് ശേഷം ഉള്ള ഒരു പ്രവാചകനെ ക്രിസ്ത്യാനിറ്റിയിലും അംഗീകരിച്ചില്ല. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഈസാ നബിയുണ്ട്, യേശുവുണ്ട്, ജീസസ്, പിന്നെ മൂസയും ഉണ്ട്, മോസസും ഉണ്ട്. ഇസ്ലാം എല്ലാവരും ഇസ്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. അതൊരു ഫൈനൽ, അതിൻ്റെ അപ്ഡേറ്റഡ് വെർഷനാണ് ഇസ്ലാം. അവർ വീണ്ടും ഒരു പ്രവാചകനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയും ഒരു പ്രവാചകനെ വരാനുണ്ടെന്നുള്ള, പിന്നെ തോറയിലൊക്കെ പ്രവചനങ്ങൾ പ്രകാരം അവരൊരു പ്രവാചകനെ കാത്തിരുന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ മദീനയിൽ വരെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം കിട്ടിയപ്പോൾ ഇവർ പലരും മുഹമ്മദ് നബിനെ കണ്ടിട്ട് പറഞ്ഞിരുന്നു, അടയാളങ്ങളുടെ അടിസ്ഥാനം ഇത് തന്നെയാണ് നമ്മൾ കാത്തിരുന്ന പ്രവാചകൻ. പക്ഷെ അവർ മനഃപൂർവ്വം അംഗീകരിച്ചില്ല എന്നുള്ള അതിനൊരു പ്രധാന കാരണം, അവർ കാത്തുന്ന പ്രവാചകൻ ഇസ്ഹാഖ് നബിയുടെ ആ ഒരു പരമ്പരയിൽ നിന്നായിരുന്നു. കാരണം അവരുടെ പരമ്പര ഇസ്ഹാഖ് നബിയുടെ പരമ്പരയാണ്. ഇബ്രാഹിം നബിക്ക് 2 മക്കളുണ്ടായിരുന്നത്, ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും അലൈഹിസ്സലാം. അപ്പോൾ ഇസ്ഹാഖ് നബിയിൽ നിന്നുള്ള ആ ഒരു പരമ്പരയാണ് അവരുടെ പരമ്പര. അതുകൊണ്ട് അവിടുന്ന് മുഹമ്മദ് നബി വന്നില്ല. മുഹമ്മദ് നബി ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്നുകൂടെ വന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് അവർക്ക്
അവരറിഞ്ഞിട്ട് പോലും ഇത് മുഹമ്മദ് നബി ഒരു സത്യപ്രവാചകനാണ്, ഇവർ കാത്തു നിൽക്കുന്ന പ്രവാചകനാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരുടെ ആ ഒരു ധാർഷ്ട്യം കൊണ്ട് അത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. ഖുറാനിൽ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവരുടെ സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ അവർ മുഹമ്മദ് നബിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവർ വിശ്വസിക്കുന്നുള്ളതൊക്കെ പറഞ്ഞ് ഖുർആൻ കുറ്റപ്പെടുത്തുന്ന അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പറവൂർ, ഏകദേശം കൊടുങ്ങല്ലൂർ അടുത്ത് തന്നെയാണ്. കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾ മസ്ജിദ് വളരെ ഫേമസ് ആയിട്ടുള്ള പള്ളിയാണല്ലോ. അതിൻ്റെയൊക്കെ ഏറെക്കുറെ അടുത്ത് തന്നെയാണ് ഇതുള്ളത്. ഒരുപാട് പേര് ഇത് സന്ദർശിക്കാൻ വരുന്നുണ്ട്. ഒരുപാട് വിദേശികളും പല രാജ്യത്തു നിന്നുള്ള ആളുകളൊക്കെ, ഈ ചരിത്രം ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഇവിടെ അന്വേഷിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം വളരെ പ്രസിദ്ധമാണ്. വളരെ മനോഹരമാണ് ഇതിൻ്റെ നിർമ്മിതി. മുൻവശത്ത് ഒരു കവാടം, ഒരു പടിപ്പുര, അത് കടന്നു പോകുമ്പോഴാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക്. അതും കഴിഞ്ഞ് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഇവരെ പ്രാർത്ഥനാ മുറിയും അവരുടെ പ്രധാന ഏരിയകളൊക്കെ. ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്ത് ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരുപാട് പേര് വിദേശികളൊക്കെ ഇത് കാണാൻ സ്ഥിരമായിട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ജൂതപ്പള്ളി എന്നുള്ളത് കൊച്ചി മട്ടാഞ്ചേരിയിലെ സിനഗോഗാണ്, ജൂതപ്പള്ളിയാണ്. അവിടെയാണ് ആളുകൾ ഗ്രൂപ്പായിട്ടൊക്കെ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. അവിടെ മാത്രമാണ് കുറച്ച് ജൂതന്മാർ ഇപ്പോൾ ഉള്ളൂ കേരളത്തിൽ. ഇവിടെയുള്ളവരൊക്കെ തിരിച്ചു പോയി, ജെറുസലേമിലേക്ക് തിരിച്ചു പോയി. പിന്നെ ഇവിടെ ചരിത്രം വിശദീകരിക്കുന്ന കുറേ എഴുത്തുകളൊക്കെ ഉണ്ട്. ഇത് അവരുടെ ഭാഷയിലുള്ള ഹീബ്രു ഭാഷയായിരിക്കാം, ഹീബ്രു ആണെന്ന് അറിയില്ല, ഐ എം നോട്ട് ഷുവർ. മറ്റ് ചരിത്രങ്ങൾ പല ഭാഗത്തും പല എഴുതി വച്ചിട്ടുണ്ട്, കൂടുതലില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചരിത്രങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. പിന്നെ എൻ്റെ പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. കൂടുതൽ ചരിത്രം പഠിക്കുന്നവർക്ക് പുസ്തകങ്ങൾ കിട്ടും ചരിത്രം പഠിക്കാൻ. വിദേശികൾ എപ്പോഴും താല്പര്യം എടുക്കുന്ന ഒരു ഏരിയയാണിത്, ഇവിടെ വരാൻ. കൊച്ചിയിൽ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരും. ഇതിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടാണ് അവർ മടങ്ങുക. കൊച്ചിയിൽ നമ്മൾ ഈ ഏരിയ, കൊച്ചിയിൽ നിന്ന് ഈ കൊടുങ്ങല്ലൂർ റൂട്ടിന് പോകുമ്പോൾ കുറേ ചരിത്ര സംഭവങ്ങളുണ്ട്. ഇതുപോലെ 2000 അടുത്ത വർഷമുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, പേര് മറന്നു. അതുപോലെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയം ഉണ്ട്. അവിടുന്ന് ഒരുപാട് 2000 വർഷങ്ങൾക്കൊക്കെ മുമ്പുള്ള BC കാലഘട്ടത്തിലുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ കുഴിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അത് കഴിഞ്ഞ് കുറച്ച് പോകുമ്പോഴാണ് ചേരമാൻ മസ്ജിദ്, ഏറ്റവും പ്രസിദ്ധമായ ചേരമാൻ പള്ളി. എല്ലാം ഈ റൂട്ടിലാണുള്ളത്. ഈ ജൂതന്മാർ ഏറ്റവും നല്ല ബിസിനസ്സുകാരായിരുന്നു. അവർ ഈ സ്പൈസസ് അതുപോലുള്ള തുണി സാധനങ്ങൾ ഇങ്ങനെ ഏറ്റവും നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളായിരുന്നു. അവർ ജോലി ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ ബിസിനസ് ചെയ്തിട്ട് സക്സസ് ആയ ആളുകളാണ്. അവരുടെ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ രീതി, അതാണ് അവരുടെ പാഷൻ. അതുകൊണ്ടാണ് മാർക്കറ്റിൻ്റെ അടുത്ത് അവർ വീടും അവരുടെ ആരാധനാലയങ്ങൾ. കാരണം പിന്നെ ഇത് അവരുടെ ആരാധനാലയങ്ങൾ അവർക്ക് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അവർ വളരെ ആക്റ്റീവാണ്. അപ്പോൾ പ്രാർത്ഥനകളിൽ എപ്പോഴും ദൈവത്തോട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ള ആളുകളാണ്. ഈ ഏരിയ വളരെ മനോഹരമാണ്. പഴയകാല അതിനെ ശരിക്ക് ഓർമ്മിപ്പിക്കുന്ന നിർമ്മിതിയാണ്. എന്ത് മനോഹരമായിട്ടാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. മരം കൊണ്ടുള്ള പണികൾ, ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഇവിടേക്ക് വരുമ്പോൾ. നമ്മളൊരു 1000 വർഷം പുറകിലേക്ക് പോണ ഒരു ഫീലിംഗ് ആണ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ. അതിൻ്റെ ഉള്ളിൽ നല്ല വ്യൂ ആണ്, പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും ഒരുപാട് കാലം പുറകിലേക്ക് നമ്മൾ പോകും ഇവിടേക്ക് വരുമ്പോൾ. ഏകദേശം ഇവിടെ അടുത്ത് തന്നെയാണ് ചെറായി ബീച്ച് ഉള്ളത്. ചെറായി ബീച്ച് മനോഹരമായിട്ടുള്ള ബീച്ചാണ്. അവിടെ ബോട്ടിങ് സംഭവങ്ങൾ. വിദേശികൾ ഈ ഭാഗത്ത് വരുമ്പോൾ അവർ ചെറായി ബീച്ച്, കൊടുങ്ങല്ലൂർ പള്ളി, ചേരമാൻ പള്ളി, അതുപോലെ ഈ ആർക്കിയോളജിക്കൽ മ്യൂസിയം, ഈ പറവൂർ സിനഗോഗ്, ഇതെല്ലാം സന്ദർശിച്ചിട്ടാണ് പോകാറുള്ളത്.